ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ചോദ്യം: പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കുന്ന ശിക്ഷ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കാരണം പട്ടികവർഗ സംരക്ഷണ നിയമം 1900 പട്ടികവർഗ സംരക്ഷണ നിയമം 1989 SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അല്ലെങ്കിൽ 1989 പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലുള്ള അതിക്രമങ്ങൾ തടയുന്നുള്ള നിയമം 1989 പ്രകാരം പ്രധാനപ്പെട്ട കുറെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുതൽ 5 വർഷം വരെയാണ്. 6 മാസം മുതൽ 5 വർഷം വരെയാണ്. അപ്പൊ അതിൽ പെടുന്ന ഒരു കുറ്റമാണ് ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്നും പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയ ലഭിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ ബി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാണ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് ആരാണ്? ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് ഏത് റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം 1989 SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് DYSP റാങ്കിന് മുകളിലുള്ള DYSP റാങ്കിന് മുകളിലുള്ള, അതായത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, ആ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്. ആ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്. മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, ഇതിൽ വരുന്ന കുറേ കുറ്റകൃത്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട എന്തൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഇവരുടെ വീട് വിട്ടുപോകാൻ നിർബന്ധിക്കുക, അല്ലെങ്കിൽ ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിക്കുക, അല്ലെങ്കിൽ താമസ സ്ഥലം വിട്ടുപോകാൻ നിർബന്ധിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക. ഇതൊരു കുറ്റകൃത്യമാണ്. മനസ്സിലായ? അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അവരുടെ വീട് വിട്ടുപോകാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ, അല്ലെങ്കിൽ ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ, അല്ലെങ്കിൽ താമസ സ്ഥലം വിട്ടുപോകാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിയമപ്രകാരം 89 നിയമപ്രകാരം 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഈ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ മേല് സാമൂഹികമായോ സാമ്പത്തികമായോ ബഹിഷ്കരണം ചുമത്തിയാൽ, സാമൂഹികമായോ സാമ്പത്തികമായോ ബഹിഷ്കരണം ചുമത്തിക്കഴിഞ്ഞാൽ അതും ഏത് നിയമപ്രകാരം? 89 നിയമപ്രകാരം ഈ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കുറ്റകൃത്യമാണ്. മനസ്സിലായോ? ഇനി അടുത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അവര് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, ലൈംഗിക ചുവയോട് സംസാരിക്കുക, അല്ലെങ്കിൽ ലൈംഗിക ബോധത്തോടെ സ്പർശിക്കുക. മനസ്സിലായ? അതും ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശിക്ഷ കിട്ടാൻ പറ്റുന്ന കുറ്റകൃത്യമാണ്. മനസ്സിലായ? അതായത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അവർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ സമ്മതമില്ലാതെ അവരോട് ലൈംഗിക ചുവയോട് സംസാരിക്കുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, അല്ലെങ്കിൽ ലൈംഗിക ബോധത്തോടെ സ്പർശിക്കുക. ഇതും ഈ പറഞ്ഞ 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷകൾ തന്നെയാണ്. മനസ്സിലായെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത ഈ 3 കാര്യങ്ങള് മനസ്സിലായല്ലോ? ഏതാ? വീട്, ഗ്രാമം, താമസ സ്ഥലം, അതൊന്നുകൂടെ ഒന്ന് പറയോ? എടാ ഒന്നുമില്ല. അപ്പൊ അവര് ഞാൻ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ പോകത്തുള്ളൂ. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അവര് താമസിക്കുന്ന വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്നോ, ഇപ്പം വീട്, ഗ്രാമം അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്നോ അവരെന്ത് ചെയ്യുകയാണ്, അവരെ ആ സ്ഥലം വിട്ടുപോകാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായില്ലേ, വീടോ ഗ്രാമമോ താമസ സ്ഥലമോ വിട്ടുപോകാനായിട്ട് നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുറ്റകൃത്യമാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 6 മാസം മുതൽ 5 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷകൾ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മള് അതിലൊന്നാണ് ഈ പറയുന്ന വീട്, ഗ്രാമം അല്ലെങ്കിൽ താമസ സ്ഥലം വിട്ടുപോകാൻ വേണ്ടി അവരെ നിർബന്ധിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് കേട്ടോ. രണ്ടാമത്തത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, മനസ്സിലായില്ലേ, ആ ഗ്രൂപ്പിനെ സാമൂഹികമായും സാമ്പത്തികമായിട്ടും എന്ത് ചുമത്തുക, ബഹിഷ്കരണം ചുമത്തുക. അതായത് ഇപ്പൊ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം സാമൂഹികമായി മാറ്റി നിർത്തുക അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, അത് ചെയ്തു കഴിഞ്ഞാൽ സാമൂഹികമായ പരിപാടികൾ അതിനൊന്നും കൂട്ടാതെ മാറ്റി നിർത്തുക, ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന ശിക്ഷയാണ്. മൂന്നാമത്തെ മനസ്സിലായല്ലോ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ, അത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലൈംഗിക ചുവയോട് സംസാരിക്കുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, അവർക്ക് സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാൻ മുകളിൽ പറഞ്ഞ 6 മാസം 5 വർഷം തടവ് ലഭിക്കുന്ന ശിക്ഷയാണ്. മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ ചോദിച്ചാൽ നമുക്ക് എത്രയാണോ പറയാം, നമുക്ക് ഇത് പഠിച്ചാൽ മതി ഇപ്പൊ തന്നെ. ഓക്കെ, ഇനി അടുത്ത പട്ടികജാതി പട്ടികവർഗക്കാർ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകൾ ദുഷിപ്പിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മലിനമാക്കുകയോ ചെയ്യുക. മനസ്സിലായ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്, അതിപ്പോ കുളമായാലും ശരി തന്നെ, കിണറായാലും ശരി തന്നെ, മറ്റേതെങ്കിലും ജലസ്രോതസ് ആയാലും ശരി തന്നെ, അത് ദുഷിപ്പിക്കുകയോ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മലിനമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ശിക്ഷ കിട്ടും. മനസ്സിലായ? 6 മാസം മുതൽ 5 വർഷം വരെ. 4 പഠിച്ചു. അടുത്ത 5ാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത പദാർത്ഥം കഴിക്കാനോ കുടിക്കാനോ നിർബന്ധിക്കുക. മനസ്സിലായ? അതായത് കഴിക്കാൻ പറ്റാത്ത ഒരു ആഹാര പദാർത്ഥം അത് കഴിക്കാനോ, അല്ലെങ്കിൽ പദാർത്ഥം എന്നല്ല, ആഹാര പദാർത്ഥം എന്നല്ല, ഒരു പദാർത്ഥം, ഭക്ഷ്യയോഗ്യമല്ലാത്തൊരു പദാർത്ഥം കഴിക്കാനോ കുടിക്കാനോ നിർബന്ധിക്കുക. മനസ്സിലായ? അതായത് പണ്ട് കാലത്ത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് മണ്ണ് തീറ്റിക്കുക, മനസ്സിലായില്ലേ, അഴുക്ക വെള്ളം കുടിപ്പിക്കുക, അങ്ങനത്തെ ഒരുപാട് ഹീനമായ പ്രവൃത്തികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പൊ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം അത് കൃത്യമായി പറയുന്നുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലാത്തൊരു പദാർത്ഥം കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആക്ട് പ്രകാരം 6 മാസം 5 വർഷം. 6 മാസം 5 വർഷം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്, അതായത് ഈ ഒരു കാര്യം, അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള വസ്തുവിൽ നിന്ന് ആ വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കുന്ന ശിക്ഷ. അതായത് ഈ ഒരു പോയിന്റോട് ഓർത്തോളൂ, ഇത് നിങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് 6ാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ദേവത അല്ലെങ്കിൽ ദേവദാസി അല്ലെങ്കിൽ ആരാധന വസ്തു തുടങ്ങിയ നിലകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതായത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ദേവതയായിട്ടോ അല്ലെങ്കിൽ ദേവദാസിയായിട്ടോ അല്ലെങ്കിൽ ആരാധന വസ്തുവാക്കി മാറ്റുക. അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അതും ഈ പറഞ്ഞ പോലെ 6 മാസം 5 വർഷം. 6 മാസം 5 വർഷം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് വോട്ടുമായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയായിരിക്കും വോട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ? വോട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാതിരിക്കുക,
വോട്ട് ചെയ്യിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുക, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത, അതായത് കള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമപരമല്ലാത്ത വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക. ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ, ഒന്ന് വോട്ട് ചെയ്യാതിരിക്കാൻ, അതായത് അവരെ കൊണ്ട് വോട്ട് ചെയ്യാതിരിപ്പിക്കുക. രണ്ട്, പ്രത്യേക ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുക, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കും എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി നിർബന്ധിക്കുക, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുക. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ 6 മാസം 5 വർഷം തടവ് ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, അടുത്ത് പൊതു ഇടങ്ങളിൽ വെച്ച് ജാതി പേര് വിളിച്ച് അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ, തമാശയ്ക്ക് പോലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ പൊതു ഇടങ്ങളിൽ വെച്ചോ അല്ലാതെയോ, നമ്മളുടെ നിയമത്തിൽ പറയുന്നത് പൊതു ഇടങ്ങളിൽ വെച്ചെന്നാണ്, പൊതു ഇടങ്ങളിൽ വെച്ചോ അല്ലാതെയോ ജാതി പേര് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അപമാനിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നിയമപ്രകാരം 89 ആക്ട് പ്രകാരം 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത 9ാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഭിക്ഷാടനം, അടിമപ്പണി എന്നിവ ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുക. മനസ്സിലായ? അതായത് ഭിക്ഷാടനം ചെയ്യാനും അടിമപ്പണി ചെയ്യാനും ഒക്കെ നിർബന്ധിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ നിയമപ്രകാരം ശിക്ഷ ലഭിക്കും. ഭിക്ഷാടനം അതുപോലെ അടിമപ്പണി ചെയ്യുവാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ശിക്ഷ ലഭിക്കും. അടുത്ത് പട്ടികജാതി, 10ാമത്തെ പോയിന്റ് ആണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി അംഗം, പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി അംഗം. ഓക്കെ, അല്ലെങ്കിൽ ഈ രീതിയിൽപ്പെട്ട അംഗം എന്ന രീതിയിൽ, അതായത് പഞ്ചായത്ത് അംഗം, മുനിസിപ്പാലിറ്റി അംഗം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അംഗം എന്ന രീതിയിലായതുകൊണ്ട് അവരുടെ കർത്തവ്യം ചെയ്യാൻ തടസ്സം നിന്നാലും ഈ പറഞ്ഞ നിയമപ്രകാരം എന്താണ് കുട്ടികളെ? അത് ശിക്ഷ ലഭിക്കുന്ന, ഈ പറഞ്ഞ 6 മാസം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. മനസ്സിലായ? ഒരു പഞ്ചായത്ത് അംഗം SC/ST വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി അംഗമോ ചെയർമാനോ പ്രസിഡന്റോ ആരും ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? ആരും ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഈ റീസൺ കൊണ്ട് അവരൊരു SC/ST വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ആ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അവരെ കർത്തവ്യം ചെയ്യുന്നതിൽ നിന്ന് തടസ്സം നിന്ന് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കുറ്റകൃത്യമാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നമുക്കപ്പം 10 11 പോയിന്റാ പഠിച്ചത്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞാലോ 11 കാര്യങ്ങളും. ഓക്കെ, പിള്ളേർ നോക്കിക്കോണേ. എന്റെ പേന എമ്പുരാൻ കാണാൻ പോയുടെ ആരെങ്കിലും? എമ്പുരാൻ കാണാൻ പോയില്ലേ? ഓക്കെ, നോക്കിയോ പിള്ളേർ, നോക്കിയോ? അപ്പൊ നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് 1989 SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റീസ് അല്ലെങ്കിൽ അതിക്രമങ്ങൾ തടയുന്ന നിയമപ്രകാരം 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെ? അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചു, ഇത്തരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നത് DYSP റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് ഇത് പഠിക്കുക പിള്ളേരെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥയുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ പുറത്താക്കിയാൽ ശിക്ഷ ലഭിക്കും. കോളെടുക്ക്. ശരി, അത് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അതായത് അവരുടെ ഉടമസ്ഥയിലുള്ള വസ്തുവാണ്, അതിൽ നിന്ന് ആ വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ പുറത്താക്കിയാൽ ശിക്ഷ ലഭിക്കും. ഓക്കെ, അടുത്ത് എവിടെ പോണ്?
ആര് ജിമ്മിൽ പോണ്? നീയാ? എന്നോട്ട് മോനെ ഒടിഞ്ഞു പോ. ആ ക്ലിയർ ആണ്. നോക്കിയ പിള്ളേരെ, ഡിവൈഎസ്പി റാങ്ക് മുതൽ മുകളിലുള്ള ഉദ്യോഗസ്ഥർ, മനസ്സിലായ? ഡിവൈഎസ്പി റാങ്ക് മുതൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതായത് ഏറ്റവും കുറഞ്ഞത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം അന്വേഷിക്കേണ്ടത് ഇത്തരം കേസുകൾ. ഓക്കെ, ക്ലിയർ ആണ്. നോക്കിക്കോണേ. ശരി, നോക്കിക്കോ. ഇനി ബാക്കിയുള്ള പോയിന്റിലാണ്. ഇവരുടെ വീട്ടിൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന്, താമസ സ്ഥലത്ത് നിന്ന് അവരെ പുറത്താക്കാനായിട്ട് നിർബന്ധിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക. അടുത്ത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെയും അല്ലെങ്കിൽ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയും മേൽ സാമൂഹികമായും സാമ്പത്തികമായുമുള്ള ബഹിഷ്കരണം ചുമത്തുക. സാമൂഹികമായും സാമ്പത്തികമായും ബഹിഷ്കരണം ചുമത്തുക. 3, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലൈംഗിക ചുവയോടെ സംസാരിക്കുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, ലൈംഗിക താല്പര്യത്തോടെ അവരുടെ സമ്മതമില്ലാതെ ദേഹത്തെ സ്പർശിക്കുക. അടുത്ത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകൾ മലിനമാക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ ദുഷിപ്പിക്കുക. ഓക്കെ. അടുത്ത് 5-മത്തത്, ഭക്ഷ്യയോഗ്യമല്ലാത്ത പദാർത്ഥം കഴിക്കാനോ കുടിക്കാനോ കൊടുക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ദേവത, ദേവദാസി, ആരാധനാ വസ്തു എന്നിവയാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുക, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത വോട്ട് ചെയ്യാൻ, അതായത് കള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക. ഭിക്ഷാടനം, അടിമപ്പണി എന്നിവ ചെയ്യുവാൻ വേണ്ടി നിർബന്ധിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് അംഗത്തെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അംഗത്തെയോ ചെയർപേഴ്സണെയോ പ്രസിഡന്റിനെ ആരായാലും ശരി തന്നെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അതായത് പട്ടികവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതിയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്തവ്യം ചെയ്യുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുകയാണെങ്കിലും ഈ നിയമപ്രകാരം 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. മനസ്സിലായോ? 3-മത്തെ പോയിന്റ്. ഇവിടെ 3-മത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവര് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ലൈംഗികപരമായിട്ട് സ്പർശിക്കുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശിക്ഷ കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആണ് കുട്ടികളെ? ശരി, ഇത് ഒരു മെജോറിറ്റി പോർഷൻ ആയി. ഇനി നമ്മൾ ഇതിന്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അല്ലാതെ കുറച്ച് കുറ്റകൃത്യങ്ങൾ പഠിക്കുക. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട ഈ നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ ശിക്ഷ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? എത്ര അംഗങ്ങളാണ്? വളരെ 5 പേരാണ് കേട്ടോ. 5 പേരാണ് ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ. എത്ര പേരാണ്? 5 പേരാണ്. ഓക്കെ. അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അതായത് മൈനോറിറ്റീസ് കമ്മീഷന്റെ ഘടനയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മൈനോറിറ്റീസ് കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? എത്ര അംഗങ്ങൾ, ടോട്ടൽ എത്ര അംഗങ്ങളുണ്ട് മൈനോറിറ്റീസ് കമ്മീഷനിൽ? ടോട്ടൽ എത്ര അംഗങ്ങളുണ്ട്? ആർക്ക് പറയാം? മൈനോറിറ്റീസ് കമ്മീഷനിൽ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 7 ആണ്. മൈനോറിറ്റീസ് കമ്മീഷനിൽ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 7 ആണ്. അതായത് ഒരു ചെയർപേഴ്സൺ, അടുത്ത് ഒരു വൈസ് ചെയർപേഴ്സൺ, പിന്നെ 5 അംഗങ്ങൾ. ക്ലിയർ ആണല്ലോ? 5 അംഗങ്ങൾ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്,
ടോട്ടൽ അംഗങ്ങൾ 7 പേരും നമ്മൾ പറഞ്ഞു. ടോട്ടൽ അംഗങ്ങൾ 7 പേര്, ഒരു ചെയർപേഴ്സൺ, പിന്നെ വൈസ് ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ. ഈ 7 അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ഈ 7 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? 7 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. കാരണം ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലേ? ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ 7 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ് കുട്ടികളെ? ഈ 7 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ്, അല്ലേ? ആണ്. ഓക്കെ. ഇനി നിങ്ങൾ പറ, ഇതില് ചെയർപേഴ്സൺ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണോ? ചെയർപേഴ്സൺ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണോ? പിള്ളേരെ, ചെയർപേഴ്സൺ ഉൾപ്പെടെ പഠിക്കുക. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ, 7-ല് 5 പേർ ന്യൂനപക്ഷ വിഭാഗങ്ങളായിരിക്കണം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കണം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കണം. ഏതില്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ. മനസ്സിലായോ? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കണം. ന്യൂനപക്ഷം എന്ന് വെച്ചാൽ ഏതാണ് ന്യൂനപക്ഷം? ഏതാണ് ന്യൂനപക്ഷം? എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷത്തെ തിരഞ്ഞെടുക്കുന്നത്? ഏത് നിയമപ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷത്തെ തിരഞ്ഞെടുക്കുന്നത്? പിള്ളേരെ, 1992-ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം, ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം 1992-ലെ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ് ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം 6 ആണ്. ആ 6 എണ്ണമാണ്: 1 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 സിഖ്, 4 ബുദ്ധ, 5 പാഴ്സി, 6 ജൈന. മനസ്സിലായ? അതായത് 1992-ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ് 1992-ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. 92-ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ 6 എണ്ണമാണ്: 1 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 സിഖ്, 4 ബുദ്ധ, 5 പാഴ്സി, 6 ജൈന. ഈ 6 എണ്ണമാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ. മനസ്സിലായോ? മനസ്സിലായി പിള്ളേരെ? അപ്പം മറക്കണ്ട, ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗസംഖ്യ 7. ന്യൂനപക്ഷ കമ്മീഷന്റെ ഘടന ചോദിക്കും. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും നിയമിക്കുന്നതും എല്ലാം സെൻട്രൽ ഗവൺമെന്റ്. വാർഷിക റിപ്പോർട്ട് സ്വീകരിക്കുന്നതും സെൻട്രൽ ഗവൺമെന്റ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുമ്പോൾ നിയമനം, നീക്കം ചെയ്യല്, റിപ്പോർട്ട് ഇതെല്ലാം ആര് തന്നെ ആയിരിക്കും? ഗവൺമെന്റ് തന്നെയായിരിക്കും. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആകുമ്പോൾ നിയമനവും നീക്കം ചെയ്യലും എല്ലാം രാഷ്ട്രപതി ആയിരിക്കും. ഓക്കെ. ദേശീയ തലത്തിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ പറഞ്ഞു, ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ ന്യൂനപക്ഷങ്ങളായിരിക്കണം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തീരുമാനിക്കുന്നത് 1992-ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ്. 92-ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ്. ആ നിയമപ്രകാരം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ 6: മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന. ഇതാണ് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ കമ്മീഷന്റെ കാലാവധി പറയടാ. ന്യൂനപക്ഷ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. പിള്ളേരെ, NCBC അംഗസംഖ്യ എത്ര? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അംഗസംഖ്യ എത്ര? NCBC അംഗസംഖ്യ എത്ര? NCBC അംഗസംഖ്യ 5. NCBC കാലാവധി എത്ര? NCBC കാലാവധി 3. SC കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അംഗസംഖ്യ എത്ര?
നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അംഗസംഖ്യ എത്ര? 5. കാലാവധി എത്ര? 3. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അംഗസംഖ്യ എത്ര? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അംഗസംഖ്യ 5. കാലാവധി എത്ര? 3. കാലാവധി 3. അതായത് പ്രധാനപ്പെട്ട 4 കമ്മീഷൻ നിങ്ങൾ ഓർത്തു വെച്ചോ. മൈനോറിറ്റീസ്, പിന്നോക്ക വിഭാഗം, അതുപോലെ പട്ടികജാതി, പട്ടികവർഗം. 4 കമ്മീഷന്റെയും കാലാവധി എന്ന് പറയുന്നത് 3 തന്നെയാണ്. മൈനോറിറ്റീസ്, പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗം 4 കമ്മീഷന്റെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷവും ഇതിൽ 3 കമ്മീഷനിലെ അംഗസംഖ്യ, അതായത് പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗം, പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗം 3 കമ്മീഷന്റെയും അംഗസംഖ്യ എന്ന് പറയുന്നത് 5ഉം, എന്നാൽ മൈനോറിറ്റീസ് കമ്മീഷന്റെ, ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 7ഉം. അതിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി? സെറ്റായി? പഠിച്ചിരിക്കുക. ഈ പഠിപ്പിക്കുന്ന എല്ലാം നോട്ട് ചെയ്ത് പഠിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ച ഇഷ്ടം പോലെ കാര്യം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇവിടെ ഒന്നുകൂടെ പറയണ്ടല്ലോ. ഇത് NCBC അംഗസംഖ്യ 5, SC 5, ST 5, NCBC, SC, ST, അതുപോലെ തന്നെ മൈനോറിറ്റീസ് കമ്മീഷൻ. ഇതിന്റെ എല്ലാം കാലാവധി എന്ന് പറഞ്ഞാൽ 3 ആണ്. മൈനോറിറ്റീസ് കമ്മീഷനിൽ മാത്രം അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 7 ആകും. ഓക്കെ, ക്ലിയർ ആണ്. ഇതിലെ മൈനോറിറ്റീസ് കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. NCBC, SC, ST ഇത് 3ഉം എന്താണ് കുട്ടികളെ? NCBC, SC, ST ഇത് 3ഉം എന്താണ്? ലെഫ്റ്റ് ആയിക്കോ. NCBC, SC, ST ഇത് 3ഉം കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആണ്, ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. NCBC, SC, ST ഇത് 3ഉം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതായത് ആർട്ടിക്കിൾസ് NCBC 338B, SC 338, ST 338A. ഓക്കെ, ST 338A. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. മൈനോറിറ്റീസ് കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ബാക്കിയുള്ള കമ്മീഷൻസ് 3 എണ്ണവും എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? പോക്സോ ആക്ട്. പിള്ളേരെ, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം പറയുന്ന പ്രസ്താവനകൾ. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ശരിയാണോ? അതും ശരിയാണ്. അതായത് ഓപ്ഷൻ എ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ പിള്ളേർ നോക്കിക്കോ. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതിനെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവേ. പോക്സോ നിയമം ഏത് വർഷമാണ്? 2012 പോക്സോ നിയമം. 2012 പോക്സോ നിയമം വരുന്നത്. പോക്സോ നിയമം വരുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? വനിതാ ശിശു വികസന വകുപ്പ് അല്ലേ? വനിതാ ശിശു വികസന വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവിയാണ് ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി. അന്നപൂർണ ദേവിയാണ് ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി. ഓക്കെ, പോക്സോ നിയമത്തിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 46 സെക്ഷൻ ആണ് പോക്സോ നിയമത്തിലുള്ളത്. 46 സെക്ഷനുകളാണ് പോക്സോ നിയമത്തിലുള്ളത്. ഞാൻ പറയുന്നു
കുട്ടികൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. കുട്ടികൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. ശരിയോ തെറ്റോ? തെറ്റാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രമേ, സെക്ഷൽ ഒഫൻസസ് മാത്രമേ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരത്തുള്ളൂ. കാരണം പോക്സോ നിയമത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. എന്താ പിള്ളേരെ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. അതിന്റെ പൂർണ്ണരൂപം അങ്ങനെയാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് പോക്സോയുടെ പൂർണ്ണരൂപം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് പോക്സോയുടെ പൂർണ്ണരൂപം. ക്ലിയർ ആണ്? അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രമേ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരത്തുള്ളൂ. ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രമേ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരത്തുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമുണ്ടോ? ലെഫ്റ്റ് ആയിക്കോ. ആൺ പെൺ വ്യത്യാസമില്ല. ആൺ പെൺ വ്യത്യാസമില്ല. ആൺ പെൺ വ്യത്യാസമില്ല. പ്രായപരിധി എത്ര? പ്രായപരിധി എത്ര? പ്രായപരിധി 18 വയസ്സ്. പ്രായപരിധി 18 വയസ്സ്. ആൺ പെൺ വ്യത്യാസമില്ല. പ്രായപരിധി 18 വയസ്സ്. ഞാൻ പറയുന്നു, പോക്സോ നിയമപ്രകാരം പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. ശരിയോ തെറ്റോ? പോക്സോ നിയമപ്രകാരം പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക ശരിയാണ്. പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക എന്നത് ശരിയാണ്. പോക്സോ നിയമപ്രകാരം പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക എന്നത് ശരിയാണ്. ഏത് കോടതികളാണ് പോക്സോ കോടതികളായി പ്രവർത്തിക്കുന്നത്? സെഷൻസ് കോർട്ട്. സെഷൻസ് കോർട്ടാണ്. സെഷൻസ് കോടതിയാണ്. പ്രീവിയസ് ചോദ്യമാണ്, ഏത് കോടതിയാണ്, ഏത് കോടതിയാണ് പോക്സോ കോടതികളായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെഷൻസ് കോർട്ടാണ്. ഏത് കോടതിയാണ് ഏത് കോടതിയാണ് പോക്സോ കോടതിയെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് സെഷൻസ് കോടതിയാണ്. സെഷൻസ് കോടതിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നടപടികൾ ശിശു സൗഹാർദ്ദ രീതിയിലാകണോ വേണ്ടേ? പോക്സോ നിയമത്തിന്റെ നടപടികൾ ശിശു സൗഹാർദ്ദമായിട്ട് വരണം കേട്ടോ. അപ്പൊ അത് ഇത്ര ഓർത്തിരിക്കുക. 2012 പോക്സോ നിയമം നിലയിൽ വന്നത്. പോക്സോ നിയമത്തിന്റെ ഭേദഗതി ഏത് വർഷമായിരുന്നു? 2012 നിലയിൽ വന്ന പോക്സോ നിയമത്തിന്റെ ഭേദഗതി 2019 പോക്സോ അമെൻമെന്റ് ആക്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് പോക്സോ നിയമം വരുന്നത്. നിലവിലെ വനിതാ ശിശു വികസന അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി. എന്നാൽ കേരളത്തിൽ ആരടാ? കേരളത്തില് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ്. വീണ ജോർജ് ആണ് കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി. പോക്സോ നിയമത്തിലെ സെക്ഷനുകളുടെ എണ്ണം 46. പോക്സോ നിയമത്തില് ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ മാത്രമാണ് അതിൽ പരിഗണിക്കുന്നത് കേട്ടാ. എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ മാത്രമാണ് പോക്സോ നിയമത്തിന്റെ കീഴിൽ വരുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നു. പോക്സോ നിയമപ്രകാരം പ്രത്യേക കോടതികൾ സ്ഥാപിക്കേണ്ടതുണ്ട്. സെഷൻസ് കോടതികളാണ് പോക്സോ കോടതികളായി പ്രവർത്തിക്കുന്നത്. സെഷൻസ് കോർട്ടുകളാണ് പോക്സോ കോടതികളായി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ അതിന്റെ ഉത്തരം നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? സാർ, ഈ കേസിലാണോ മറ്റേ യൂണിഫോമിലല്ലാതെ? അതെ, ശിശു സൗഹാർദ്ദപരം എന്ന് പറയുമ്പോൾ യൂണിഫോം അല്ലാതെ കുട്ടികൾക്ക് കംഫർട്ട് ആയിട്ടുള്ള കുട്ടികളുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് വെച്ച് മാത്രമേ മൊഴിയെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ കുറെ പ്രൊവിഷൻസ് ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പഠിക്കും. അതാണ് ശിശു സൗഹാർദ്ദപരമായ നടപടി എന്ന് പറയുന്നത് കേട്ടോ. യൂണിഫോം പാടില്ല. കുട്ടികൾക്ക് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പാടില്ല. കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കുട്ടികളെ മാക്സിമം കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഈ കേസിൽ മൊഴികൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, പോക്സോ നിയമപ്രകാരം പോക്സോ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് കുറ്റകൃത്യമാണോ? ഞാനൊരു പോക്സോ കുറ്റകൃത്യം ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കെതിരെയും കേസെടുക്കാൻ പറ്റും. മനസ്സിലായ? ഓക്കെ, അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ പഠിക്കും. ഓക്കെ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ക്വസ്റ്റ്യൻ നേരെ വായിച്ചിട്ട് ഉത്തരം എഴുതണായിരിക്കും നല്ലത്. ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങള് നിങ്ങൾ കൊണ്ട് കേട്ടാ. വിവരാവകാശ നിയമപ്രകാരം ഏതെങ്കിലും വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമോ? ഇല്ല.
കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ ലഭിക്കുമോ? ഇല്ല. മന്ത്രിസഭ, ഇതൊക്കെയാണ് കുഴപ്പം. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് തെറ്റിക്കുന്നത്. മന്ത്രിസഭാ തീരുമാനങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. ഓക്കെ. കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് നമുക്ക് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കത്തില്ല. ട്രാൻസാക്ഷൻ എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? അത് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ ലഭിക്കത്തുള്ളൂ. മനസ്സിലായ? ഓക്കെ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ മാത്രമാണ്. വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യുക. ഇതില് ഒരു മെജോറിറ്റി ആൾക്കാരും തെറ്റുത്തരമാണ് പറഞ്ഞത്. മനസ്സിലായ? ഓക്കെ. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പകർപ്പവകാശം എന്ന് പറയും. മനസ്സിലായ? കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ പകർപ്പവകാശം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബിൽ ഞാൻ ചെയ്തിരുന്ന എന്റെ വീഡിയോസിന് വരെ കോപ്പിറൈറ്റ് ഉണ്ട്. അതായത് എന്റെ മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണത്. അത് മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് പോളിസി പ്രകാരം എന്താണ് അതിൽ കോപ്പിറൈറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായ? കോപ്പിറൈറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണിക്കും. യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ, ആ വീഡിയോയിൽ നിന്ന് പൈസ കിട്ടുന്നെങ്കിൽ, ഞാൻ കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ എനിക്ക് കിട്ടും. മനസ്സിലായ? അതാണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഈ ഇന്ന ചാനലിൽ നമ്മുടെ ഒരു സാധനം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനലിന്റെ മുന്നോട്ട് പോക്കിനെ അത് ബാധിക്കും. അതങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ അല്ലാതെയുള്ള മറ്റേ ഇപ്പൊ തന്നെ നമ്മുടെ സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ? അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ? ശരി. അപ്പം നമ്മൾ ഇന്നിപ്പോ ഈ ഒരു 5 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പഠിച്ചത്. വിവരാവകാശ നിയമമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഓക്കെ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലേ വളരെ? ഓക്കെ, അപ്പം നമ്മുടെ ടൈം മറക്കണ്ട. നമുക്ക് തിങ്കളാഴ്ച മുതൽ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, രാവിലെ ഇതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ശരി. അപ്പൊ നിങ്ങൾക്ക് ഇനി മാത്സ് റിവിഷൻ ക്ലാസ് ഉണ്ട്. ഡൗട്ടിനെ ചോദിക്കും. സർ, നമുക്ക് ഈ തിണകളൊക്കെ ഇല്ലേ സർ? അതേപോലെ ശാസനങ്ങളുണ്ട്. ശാസനങ്ങളാണെങ്കിൽ കോഡ് പറഞ്ഞുതരാം. ശാസനങ്ങളുടെ ഒരു കോഡ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ശാസനങ്ങളുടെ കോഡ് തരിസായ സ്ഥാനരു ഭൂമി എന്നൊരു കോഡുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ശാസനം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം കേട്ടാ. ആ കോഡ് ഇങ്ങനെയാണ്: തരിസായ സ്ഥാനരു ഭൂമിയിലെ വല്ല മാമ്പഴം കണ്ട് വിക്രമൻ പാലും ഭാസ്കരൻ ജ്യൂസും ഉണ്ടാക്കി. ഇതൊരു കോഡാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ കോഡ്? തരിസായ സ്ഥാനരു ഭൂമിയിലെ വല്ല മാമ്പഴം കണ്ട് വിക്രമം പാലും ഭാസ്കരൻ ജ്യൂസും ഉണ്ടാക്കി. എന്താണെന്നെല്ലാം പിടികിട്ടിയ? അത് ഈ ശാസനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. തരിസാപ്പള്ളി ശാസനം സ്ഥാണു രവിവർമ്മൻ. അതാണ് തരിസായ സ്ഥാനരു ഭൂമിയിലെ തരിസാപ്പള്ളി ശാസനം സ്ഥാണു രവിവർമ്മന്റെ കാലഘട്ടത്തിലാണ്. വല്ല മാമ്പഴം കണ്ട്, അതായത് മാമ്പള്ളി ശാസനം ശ്രീ വല്ലവൻ കോത. അതുപോലെ വിക്രമൻ പാല് ഏത് ശാസനമാണെന്ന് മനസ്സിലായ? വിക്രമൻ പാല് പാലിയം ശാസനം ആരാണ്? വിക്രമാദിത്യ വരഗുണൻ കേട്ടോ. വിക്രമാദിത്യ വരഗുണൻ. പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ.
അടുത്ത് ഭാസ്കരൻ ജ്യൂസ് ഉണ്ടാക്കി. ഏത് ശാസനമാ? ജൂതശാസനം ഭൂതശാസനം. ആരാണ്? ഭാസ്കര രവിവർമ്മ. ഭാസ്കര രവിവർമ്മൻ. ഇത് നമുക്ക് ഈ ശാസനമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ചെറിയൊരു കോഡാണ് കേട്ടോ. തരിസായ സ്ഥാണരു ഭൂമിയിലെ വല്ല മാമ്പഴം കണ്ട്, തരിസായ സ്ഥാണരു ഭൂമിയിലെ വല്ല മാമ്പഴം കണ്ട് വിക്രമൻ പാലും ഭാസ്കരൻ ജ്യൂസും ഉണ്ടാക്കി. അതായത് തരിസാപ്പള്ളി ശാസനം സ്ഥാണു രവിവർമ്മൻ. അതുപോലെ മാമ്പള്ളി ശാസനം ശ്രീ വല്ലവൻ കോത, പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ. അതുപോലെ തന്നെ ജൂത ശാസനം ഭാസ്കര രവിവർമ്മൻ. ഓക്കെ, ഇത്രയും പോരാ. നമുക്ക് ശാസനങ്ങൾ പലതുമായി ബന്ധപ്പെട്ട് ഓം നമ ശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനം, മലയാളം ലിപി ആദ്യമായി കണ്ട ശാസനം, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. അതായത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ പഠിക്കാം. ഓക്കെ പോരെ? ഓക്കെ സർ. മോർണിംഗ് ക്ലാസ് എത്ര മണിക്കായിരിക്കും? എന്തേ? മോർണിംഗിലെ ക്ലാസ് എത്ര മണിക്കായിരിക്കും? മോർണിംഗ് 5:30. ഓക്കെ, ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം നമുക്ക് ഈ പറയുന്ന നിങ്ങൾ എഴുതിയ പ്രിലിംസിന്റെ റിസൾട്ട് വരും. ഏപ്രിൽ മാസം റിസൾട്ട് വരും. അപ്പൊ നമുക്ക് അതിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് മാസം 21-നാണ്. മെയ് മാസം 21-നാണ് നമുക്ക് ഏത് വരുന്നത്? മെയ് മാസം 21-നാണ് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ എക്സാം വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ്. അപ്പൊ അത്രത്തോളം നന്നായിട്ട് അത് പെർഫോം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫോഴ്സ് എക്സാമുകൾ ജൂണിൽ, ഇപ്പം ഫോഴ്സ് എക്സാമിന്റെ കലണ്ടർ വന്നിട്ടില്ല. അപ്പൊ ജൂണിലില്ല. അപ്പൊ ജൂലൈയിൽ പ്രതീക്ഷിച്ചാൽ മതി. ജൂൺ കലണ്ടർ വന്നപ്പോൾ ഫോഴ്സ് എക്സാം അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ പ്രതീക്ഷിച്ചാൽ മതി. ജൂലൈയിൽ നമുക്ക് ഫോഴ്സ് എക്സാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ലാബ് അസിസ്റ്റന്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏത് നിങ്ങൾ പ്രിലിംസ് എഴുതിന്റെ ലാബ് അസിസ്റ്റന്റ് ആണോ? അതെ. അതിന്റെ മെയിൻ ഡേറ്റ് വന്നായിരുന്നു. ജൂണിലുണ്ടോ? ജൂണിൽ പറയുന്നുണ്ടോ? മെയിലാണ് സർ പറഞ്ഞിരുന്നത്, പക്ഷെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ജൂണിലെ കലണ്ടറിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. ജൂണിലെ കലണ്ടർ ഉണ്ടോ അവിടെ? ജൂണിലുണ്ടോ? ജൂണിലുണ്ട്. അപ്പൊ ലാബ് അസിസ്റ്റന്റ് ജൂണിലാണ്. കറക്റ്റ്. നമ്മുടെ മെയ് മാസം മുതൽ നമ്മുടെ പരീക്ഷകളെല്ലാം സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സും കാര്യങ്ങളെല്ലാം നന്നായിട്ട് റിവിഷൻ ചെയ്ത് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? ഇപ്പം